എന്നെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോ. അയ്യോ, അതൊന്നും വേണ്ട. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? വീൽ ചെയറകത്തേക്ക് കൊണ്ടുപോകാൻ പ്രയാസല്ലേ? അതുമല്ല, പരമേശ്വരൻ ശരീരം അണക്കരുത്. ചെല്ലേ, നിങ്ങൾ ആ കാറിനടുത്തോട്ടല്ലേ? ഞങ്ങൾ സുഹൃത്തുക്കളാ, പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. ചെല്ലേ. ഞാൻ ചത്ത അത്രയ്ക്ക് നല്ലതെന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ എന്നെ തിരിഞ്ഞു നോക്കാതിരുന്നത്? ആ വിശാലാക്ഷി റൗഡികളുമായി ഒന്ന് വിരട്ടിയപ്പം നിങ്ങൾ പ്രതിഭാഗം ചേർന്നു. മരുമോന് സ്വത്ത് കിട്ടിക്കഴിഞ്ഞപ്പം സുശീലൻ നിങ്ങളും ബന്ധുക്കളായി മാറി. രാജഗോപാലേ, അധികം നകളിക്കരുത്. എല്ലാം കണ്ടുകൊണ്ട് ഒരുത്ത മുകളിലുണ്ട്. ഓ, നമ്മളൊക്കെ ചെയ്യുന്നത് കണ്ട് അങ്ങേരുടെ കണ്ണ് തഴമ്പിച്ചു കാണും. ആട്ടെ, ഇപ്പൊ നീ എന്താ വന്നത്? അത് പറ. എന്റെ ദേഹത്തിന്റെ ബലം പോയതോടെ എന്റെ ശത്രുക്കളുടെ ശക്തി കൂടി. എന്നെ ഒന്ന് സഹായിക്കണം. അതിനി ഞാൻ നാക്കെടുത്ത് ചോദിക്കണോ? നിങ്ങൾക്കറിയാവല്ലോ, ഈ സ്ഥിതിയിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ നിങ്ങൾക്കത് ഊഹിച്ചുകൂടെ രാജഗോപാലെ? എനിക്ക് കഴിയുന്ന സഹായം ചെയ്യണം. കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തിയവനാ ഞാൻ. കിട്ടാനുള്ള കാശൊന്നും കിട്ടിയില്ല. കൊടുക്കാനുള്ളവരെല്ലാം കഴുത്തിന് പിടിക്കുകയും ചെയ്യുന്നു. എനിക്കാണ് അന്നത്തെ വീഴ്ചയിൽ കിഡ്നിക്ക് വരെ തകരാറായി. തീരെ വയ്യ രാജഗോപാലെ. നിത്യച്ചെലവ് തന്നെ കഷ്ടത്തിലാ. എന്താ പറയാ, കഷ്ടമായി പോയി പരമേശ്വര. പരമേശ്വരന് ഈ ഗതി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വലിയ സങ്കടമുണ്ട്. പിന്നെയും ഗുണ്ടാക്രമണം. ഈ നാട്ടിൽ നല്ല മനുഷ്യർക്ക് ജീവിച്ചു പോകാൻ പ്രയാസ. ഇത് വായിച്ചോ? വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിക്കൊന്നു. തിരുവനന്തപുരം സഹോദരനെ വെട്ടിക്കൊന്ന പ്രതിയുടെ അനിയനെ വീട്ടിൽ ഞാൻ പോയി കഴിഞ്ഞിട്ട് വായിക്കാൻ രാജഗോപാലെ. വീട്ടിൽ സമയം കിട്ടത്തില്ലെന്നേ. എനിക്കിന്ന് ബാറിന്റെ കാര്യത്തിന് ഓഡിറ്റർ ഒന്ന് കാണണം. പിന്നെ എന്താ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് കുറച്ച് കാശ് തന്ന് സഹായിക്കണം. അത്യാവശ്യമായി തീരേണ്ട കുറച്ച് കടങ്ങളുണ്ട്. തരാനുള്ളവർ തന്നാലുടനെ തിരിച്ച് തന്നേക്കാം. ഞാനൊന്ന് ഫോൺ ചെയ്താൽ 1 ലക്ഷവുമായി ഓടി വരുന്നവർ ഇന്നെൻ്റെ ഫോണാണെന്നറിഞ്ഞ കട്ട് ചെയ്യുന്ന അവസ്ഥയായി. കിട്ടാനുള്ളതൊന്നും തിരിച്ചു തരുന്നു വിചാരിക്കണ്ട. ഈ വയ്യാത്ത കാലും തലയും വെച്ച് ഓടി നടന്ന് പിരിക്കാൻ പറ്റുമോ? പണ്ടത്തെ കാലായിരുന്നെങ്കിൽ അയ്യോ, പിന്നെയും ഡെങ്കിപ്പനി പടരുന്നു. സംസ്ഥാനത്തെ ഡെങ്കിപ്പനി. രാജഗോപാലെ, നിങ്ങൾ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഈ സമയത്ത് നിങ്ങളുടെ എന്നെ കൈവിട്ടാൽ എനിക്കിനി വേറെ മാർഗമില്ല രാജഗോപാലെ. ഞാനും ഭാര്യയും പിള്ളേരും കൂടി വല്ല വിഷവും വാങ്ങിക്കുടിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ ആ സുശീലയ്ക്കെതിരെ ഇങ്ങനൊരു നീക്കത്തിന് പുറപ്പെട്ടത്. അവസാനം എന്റെ ജീവിതം തകർന്നു. നിങ്ങൾക്കെന്താ സുഖമായല്ലോ. കിട്ടാനുള്ള സ്വത്തും കിട്ടി, എല്ലാമായി. എന്റെ ജീവിതം തീർന്നു. എന്നെ ഇനി ഈ നിലയിൽ ആര് പേടിക്കും? രാജഗോപാലെ, ഇതുപോലൊരടി ആർക്കും കിട്ടാം. എന്നെ തള്ളിക്കളയരുത് രാജഗോപാലെ. നീ ചെല്ലു പരമേശ്വര. എൻ്റെ കയ്യിലിപ്പോൾ കാശൊന്നുമില്ല. എൻ്റെ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു, പോയി. അതിന് ക്ഷീണം തീർക്കാനാ ഞാൻ ഈ പോടി നടക്കുന്നു. ഏതായാലും ഞാൻ തരുന്ന ചില്ലിക്കാശുകൊണ്ട് നിന്റെ കടം തീരത്തില്ല. ആ കാശ് എൻ്റെ കയ്യിലിരുന്ന എനിക്ക് പ്രയോജനമുണ്ട് താനും. നിനക്കത് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇടപാട് വേണ്ട. പിന്നെ അന്ന് നീ ചെയ്ത ജോലിക്ക് ഒരു പെട്ടി നിറയെ പണം അഡ്വാൻസ് ആയിട്ട് തന്നു. 2 പെണ്ണുങ്ങളുടെ മുമ്പിൽ നീ തോറ്റു. അതെന്റെ കുറ്റ. രാജഗോപാലെ, ശത്രുവിനോട് ക്ഷമിക്കാം, പക്ഷേ ആപത്ത് കാലത്ത് സഹായിക്കാത്ത മിത്രത്തിനോട് ക്ഷമിക്കാൻ പ്രയാസമാ.
നീ ക്ഷമിക്കണ്ടടാ. ഞാൻ എന്തോ ചെയ്യാനാ? എന്നെ കൊണ്ടാകുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു. നിനക്കിനി എനിക്കെതിരെ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. രാജഗോപാലെ, തീരെ ഗതികെട്ടിട്ടാ ഞാനിവിടെ വന്നത്. ഇന്ന് ഈ ഡ്രൈവറുടെയും പയ്യന്റെയും കാശ് തീർത്തു കൊടുക്കേണ്ട ദിവസമാണ്. അല്ലെങ്കിൽ അവരങ്ങ് പോകും. ഈ വയ്യാത്ത എന്നെ എടുത്തോണ്ട് പോകാൻ എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും പറ്റത്തില്ല. ഞങ്ങൾക്ക് വണ്ടി ഇങ്ങ് തന്നാ മതി മുതലാളി. ഇതുവരെ കിട്ടാത്ത ശമ്പളത്തിനാ. വണ്ടിയുടെ വില പുത്തുവരെ താവത്തില്ല. സാരമില്ല, ഒന്നുമില്ലെങ്കിലും മുതലാളിക്ക് വേണ്ടി ചില്ലറ തല്ലാണോ ഞങ്ങൾ തല്ലിയിരിക്കുന്നത്? ചെല്ല്, എനിക്ക് ഇന്ന് തിരക്കാം. കൂട്ടിക്കൊണ്ട് പോകും പിള്ളേരെ. ചെല്ല്. എടോ കണ്ണിച്ചോരയില്ലാത്തവനെ, നിന്റെ കൂടെ എല്ലാത്തിനും നിന്നിട്ട് അവസാനം എന്നെ ചവിട്ടി പുറത്താക്കുന്നു. കാശില്ലായിട്ടാ പരമേശ്വര, വലിയ കഷ്ടത്തിലാ. ഇത് നല്ല കൂത്ത്. കേൾക്കുന്നവർ വിചാരിക്കും എനിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തതെന്നു. നിനക്ക് ആ തുശീലയോടുള്ള താല്പര്യം തീർക്കാൻ വേണ്ടി എന്നെ ഒരു ഉപകരണമാക്കുകയായിരുന്നു എന്നുള്ളതല്ലേ ശരി? നല്ല കാര്യായി. സുശീലയെ ഭാര്യയാക്കാൻ പോയ ചട്ടമ്പി അവളുടെ കയ്യിൽ നിന്ന് തലയ്ക്കടി വാങ്ങി ഈ പരുവത്തിലായി. അത് എന്റെ കുറ്റമാണോ പരമേശ്വര? അല്ലടോ, തനിക്ക് കുസുമത്തിനെ ഭാര്യയാക്കാൻ വേണ്ടി എന്നെ ഉപകരണമാക്കുകയായിരുന്നു. സുശീലയെ ഒഴിവാക്കി ആ കാശ് നിങ്ങളുടെ മോടെ ഭർത്താവിന് കിട്ടിയാൽ മോളുടെ ശല്യം ഒഴിയുമല്ലോ എന്നായിരുന്നു നിങ്ങളുടെ കണക്കൂട്ടൽ. അല്ല, എന്തോ പറ്റി കാശിന്? അവക്കൊണ്ട് കൊടുത്തോ? ആ കുസുമത്തിന് വാങ്ങിച്ചു കൊടുത്ത വൈരത്തിൽ നിന്ന് 2 എണ്ണം വാങ്ങിച്ചു വിറ്റാ മതിയായിരുന്നല്ലോ അത്യാവശ്യം എന്നെ സഹായിക്കാൻ. കുസുമോ? ഏത് കുസുമോ? നീ എന്താടാ പട്ടി? വീട്ടിൽ കയറി ഒന്നും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നോ? ചവിട്ടി മറ്റേ കാലും ഞാൻ ഓടിക്കും. രാജഗോപാലെ, സത്യം ഒരു കാലത്തും മൂടി വെക്കാൻ പറ്റത്തില്ലടോ. കുസുമത്തിന് തനിക്ക് അറിഞ്ഞുകൂടാ അല്ലടോ? കൊച്ചേ, നിന്റെ അച്ഛന്റെ മനസ്സിലിരിപ്പ് നിനക്ക് അറിഞ്ഞുകൂടാ. നിനക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് വേറൊരു ഭാര്യയും മോളുമുണ്ട്. അത് നിനക്കറിയാവോ? നിന്നെ പറ്റിച്ച് ഈ കാശും സ്വത്തുമൊക്കെ അവസാനം അവൾ അടിച്ചോണ്ട് പോകും. നീ സൂക്ഷിച്ചോ. പൈസ ചോദിച്ചത് കിട്ടാത്തതിന് ഇല്ലാത്തത് പറയുന്നു. നീ എന്താടി നോക്കി നിൽക്കുന്നത്? കേറി പോയാത്ത ഓരോന്ന് വന്ന് കേറിക്കോളും. ആരാ ഈ കുസുമം? പേര് കേട്ടാൽ അറിഞ്ഞൂടെ? ഒരു സ്ത്രീ. ആ സ്ത്രീ അച്ഛന്റെ ആരാണെന്നാ ചോദിച്ചത്. അത് ചോദിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം മറന്നോ നീ? അത് ശരി. ലാളിച്ച് തലയെ കയറ്റി വെച്ച് അവസാനം ഒരു വകതിരവും മര്യാദയും ഇല്ലാതെയായി ഇല്ലേ? എല്ലേ എന്റെ തെറ്റാ. അമ്മയില്ലാത്ത കുട്ടിയെന്ന് കരുതി ഞാൻ നിന്നെ കുറെ ലാളിച്ചു. പാടില്ലായിരുന്നു. ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അച്ഛ. എന്റെ അച്ഛന് മറ്റൊരു ഭാര്യ ഉണ്ടെന്ന് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അവരെ ശകാരിച്ചു. പക്ഷെ ഇപ്പോ അച്ഛന്റെ അനാവശ്യമായ ദേഷ്യം കാണുമ്പോ നീ എന്നെ ചോദ്യം ചെയ്യാണല്ലേ? നീ ആരാ? പോലീസോ? എന്റെ മകളാ നീ, അല്ലാതെ യജമാനത്തിയല്ല. അല്ലേലും കുസുമൻ നേരത്തെ പറഞ്ഞതാ മക്കളെ മക്കളായിട്ട് നിർത്തണമെന്ന്. നന്ദിനി ഇതുപോലെ ഒറ്റയ്ക്ക് എന്റെ മുമ്പിൽ വന്നിങ്ങനെ സംസാരിക്കില്ല, അറിയോ? നിന്നെ ഞാൻ ഒരുപാട് ലാളിച്ചു. അതാ എനിക്കിത് വന്നത്. ഓടി എന്റെ മുമ്പെന്ന് പോൻ. നന്ദിനി? അപ്പോ അതും സത്യമാണ്. കുസുമത്തിൽ അച്ഛനൊരു മകളും ഉണ്ട്. പോടീന്ന് പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് പോണോന്നാണോ? ആണെങ്കിൽ അച്ഛൻ തുറന്നു പറയണം. ഞാൻ എന്തിനാ എന്റെ ഭർത്താവിന്റെ കരണത്തടിച്ചത്?
എന്റെ അച്ഛൻ അപമാനിച്ചതിന്. ഈ നിമിഷം വരെ എന്റെ അച്ഛൻ എനിക്ക് ദൈവമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് രാജേട്ടാ? ആശ്വാസമുണ്ടോ? കുറവുണ്ട് കുസുമം. ആ, നീ ഇങ്ങനെ നിലത്ത് കുത്തിയിരുന്ന് നടുവിന് വേദന എടുക്കും. എഴുന്നേറ്റ് ഇവിടെ എന്റെ കൂടെ ഇരിക്കുക. എന്റെ വേദന സാരമില്ല, രാജേട്ടന് വേദനിക്കാതിരുന്നാ മതി. ആ, പിന്നെ പറഞ്ഞു വന്നത് മുഴുവൻ പറഞ്ഞില്ലല്ലോ. അവളോടങ്ങനെ രാജേട്ടൻ ദേഷ്യപ്പെട്ടപ്പോ അവളെന്തു പറഞ്ഞു? ഇന്ന് തമ്മിൽ സംസാരിച്ചില്ലേ? രാജേട്ടൻ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. ഇത്രയും കാലം നമ്മുടെ ബന്ധം നമ്മൾ ഒളിച്ചു വെച്ചു. രാജേട്ടൻ പറഞ്ഞ ഇനിയും ഞാൻ ഒളിച്ചിരുന്നോളാം. കുസുമത്തിന്റെ വായിന്ന് ഒരക്ഷരം രാജേട്ടനെതിരെ വീഴുമെന്ന് എന്റെ രാജേട്ടൻ വിചാരിക്കണ്ട. എനിക്ക് അറിഞ്ഞൂടെ കുസുമം? 15 വർഷം നീ കാത്തിരുന്നില്ലേ? അതൊന്നും രാജേട്ടന് ഓർമ്മയില്ലെന്നാണോ എന്റെ വിചാരം? അതല്ല രാജേട്ടാ, രാജേട്ടൻ എനിക്ക് ദൈവ. എനിക്കിതുപോലെ എവിടെയെങ്കിലും രാജേട്ടന്റെ കാല് തിരുമ്മി ഇരുന്നാ മതി. അതിൽ പരം ഒരു സായുജ്യവും എനിക്ക് വേണ്ട. എന്റെ കൊച്ചിനും രാജേട്ടനെ അച്ചാന്ന് വിളിക്കാനുള്ള അവകാശം മാത്രം മതി. പക്ഷെ അതല്ലല്ലോ രാജേട്ട അതിന്റെ പ്രശ്നം. രാജേട്ടനിപ്പോ വയ്യ, അടുത്തൊരാള് വേണം. പ്രഭ ഇരുന്ന് തിരുമ്മി തരൂ ഈ കാല്. അല്ലെങ്കിൽ തന്നെ അവളെ കൊണ്ട് തിരുമ്മിപ്പിക്കുന്നത് ശരിയാണോ? അതിന് ഭാര്യ തന്നെ വേണം, വേണ്ടേ? ഇപ്പൊ തന്നെ രാജേട്ടന് പ്രായം ഇത്രയായി. ഇനിയിപ്പോ ഓരോ ദിവസവും ആവശ്യം കൂടി കൂടി വരിക. ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ല ചാൻസാ. ഈ തക്കത്തിന് കയറി ഇതങ്ങ് തുറന്നു പറയണം. രാജേട്ടാ, ഒരു മറയുള്ളത് നീങ്ങിയ പിന്നെ അതാ നല്ലത്. എത്ര കാലം രാജേട്ടാ ഈ ഒളിച്ചുകളി? നമുക്കാണേലും പ്രായമായി. നമ്മുടെ നന്ദിനിയും വളരുന്നു. പ്രഭയെ പോലൊരു പെങ്കൊച്ചല്ലേ അവളും. അവൾക്കും കാണില്ലേ ആശകളൊക്കെ? ഞാൻ എന്ത് ത്യാഗത്തിനും തയ്യാറാ. ചാകണേ ചാകാം. എന്റെ മോൾക്ക് ഞാൻ രാജഗോപാല മുതലാളിയുടെ മോളാണെന്ന് തല ഉയർത്തി നിന്ന് പറയണം. പ്രഭയ്ക്കുള്ള ആ സ്വാതന്ത്ര്യം നന്ദിനിക്കും വേണ്ടേ? അവളും എന്ത് ത്യാഗവും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി ഇല്ലാത്ത പ്രായത്തിലെ ബോർഡിങ്ങിൽ പോയി നിൽക്കാൻ സമ്മതിക്കുവോ? പ്രഭയായിരുന്നു അവളുടെ സ്ഥാനത്തെങ്കിൽ അവള് സമ്മതിക്കുവോ? അച്ഛന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി വല്ല സ്ഥലത്തും പോയി ജീവിക്കാൻ. അമ്മയുടെ അച്ഛന്റെ ലാളന വേണ്ട സമയത്ത് എന്റെ പാവം കൊച്ചുപോയി കന്യാസ്ത്രീകളുടെ ചീത്തവിളിയും കേട്ട് ബോർഡിങ്ങിൽ കഴിയുന്നത്. നീ വിഷമിക്കല്ലേ കുസുമം. ഞാൻ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. നീ വിഷമിക്കാതിരിക്കുക. പ്രഭ എൻ്റെ മകളാ, നന്ദിനിയും എൻ്റെ മകളാ. പ്രഭയ്ക്ക് ഒരമ്മയില്ലല്ലോ എന്ന സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇനിയുള്ള കാലത്ത് എനിക്ക് നന്ദിനിയുടെ കാര്യവും നോക്കണം. കൂടുതൽ എന്നെ ഭരിക്കാൻ വരരുതെന്ന് ഞാൻ പ്രഭയോട് പറഞ്ഞു കഴിഞ്ഞു. ഞാനിന്ന് നമ്മുടെ എസ്റ്റേറ്റിൽ പോയപ്പോൾ ഒരു ന്യൂസ് കേട്ടു. എന്ത് ന്യൂസ്? നമ്മുടെ തോട്ടം നോക്കുന്നതിന് ഏതോ ഒരു മാനേരെ നിയമിക്കാൻ പോകുന്നെന്നോ, നീയും അയാളും കൂടെ തോട്ടം മുഴുവൻ നടന്നു കണ്ടെന്നോക്കെ. അതെ, ബിസിനസ്സിൽ എന്നെ സഹായിക്കാൻ ഒരാൾ വേണ്ടേ? ഒരു റബ്ബർ എസ്റ്റേറ്റ് നോക്കി നടത്തുക പറഞ്ഞ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അതിനല്ലേ പച്ച ജീവനോടെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഭർത്താവാണെന്ന് പറയാൻ നിനക്ക് മടിയുണ്ടെങ്കിൽ ഞാൻ നിന്റെ മാനേരാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. എനിക്ക് സമ്മതമാ. പെൻഷൻ പറ്റിയെങ്കിലും എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. തൽക്കാലം ഞാനും ഭാര്യ വീട്ടിൽ ഉണ്ടുറങ്ങിയൊക്കെ കഴിയല്ലേ. റബ്ബർ തോട്ടത്തിന്റെ നടത്തിപ്പിൽ അമ്മായിയെ സഹായിക്കാൻ എനിക്കും പറ്റും. അതിന് റബ്ബറിനെ കുറിച്ച് നിനക്കെന്തറിയാ? ഞാൻ നിയമിക്കാൻ പോകുന്നതേ റബ്ബർ ബോർഡിൽ 20 കൊല്ലം ജോലി നോക്കിയിട്ടുള്ള ഒരാളെയാ. അയാള് വന്ന് മാനേജറായി ചാർജ് എടുത്ത എന്റെ ജോലി ഭാരം പകുതി കുറയും. നമ്മുടെ കുടുംബത്തിലെ 4 പേർക്കും ജോലി ചെയ്യാം. റബ്ബർ തോട്ടം നടത്തിക്കൊണ്ട് പോകാൻ അത് ധാരാളം മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചേട്ട ഇടപെടരുത്. എന്റെ പേരിലാ എസ്റ്റേറ്റ്. അതിന്റെ പരിപൂർണ അധികാരം എനിക്കാ.
മാനേജരായി അലക്സാണ്ടറെ നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഭർത്താവിനോടും മരുമകനോടും പറയാവുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്. അതേസമയം അന്യൻ ഒരാളാണെങ്കിൽ എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാം, തെറ്റ് കണ്ട ശകാരിക്കാം. അമ്മ അച്ഛനെ ശകാരിക്കാറില്ലേ? സുനിലിനെ കുറ്റപ്പെടുത്താറില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തിനെങ്ങനെ മാറ്റി പറയുന്നത്? അന്യനെ വിശ്വസിക്കാം, സ്വന്തം ഭർത്താവിനെ മരുമകനെ വിശ്വസിക്കാൻ വയ്യ. അമ്മയുടെ തലയ്ക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. എനിക്ക് ജീവിക്കാൻ നിന്റെ റബ്ബറിന്റെ കാശൊന്നും വേണ്ട. സർക്കാർ തരുന്ന പെൻഷനുണ്ട്. നമ്മളെ എല്ലാരെയും അകറ്റി നിർത്തി അമ്മായി ആ റബ്ബർ തോട്ടത്തിൽ താമസം തുടങ്ങിയാലും എനിക്ക് അത്ഭുതം. നീയേ നിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പണം കൊണ്ടുവന്ന് എസ്റ്റേറ്റിനകത്തൊരു കോട്ടേജ് കിട്ട്, നമുക്കങ്ങോട്ട് താമസം മാറ്റാം. അമ്മായി, എന്നെ അധികം പരിഹസിക്കരുത്. കുറെ ദിവസമായി ഞാൻ സഹിക്കുന്നു. എന്തിനുണ്ടൊരു പരിധി? അലക്സാണ്ടറെയോ ആനന്ദകുമാറിനെയോ മുഹമ്മദ് ബഷീറിനെയോ ആരെ വേണമെങ്കിലും അമ്മ മാനേജരായി നിയമിച്ച് അഹങ്കരിച്ച് നടന്നു. ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. സരോജ കുഞ്ഞമ്മയ്ക്ക് കിട്ടിയ സ്വത്ത് കൈകാര്യം ചെയ്തത് അവരുടെ മകൻ പ്രസാദാ. അല്പം പൊങ്ങച്ചം പറയെങ്കിലും കുഞ്ഞമ്മ അമ്മയൊക്കെ വളരെ ഭേദം. സരോജത്തിനെ പണമായിട്ടാ കയ്യിൽ കിട്ടിയത്. ഫൈനാൻസ് കമ്പനി എന്ന് പറഞ്ഞാലേ പണം, എടുത്തില്ല. രൊക്കം പണം. അവളത് ഏൽപ്പിച്ചതേ സ്വന്തം മകനെയാ. എനിക്ക് മോനില്ലല്ലോ, മോളല്ലേ ഉള്ളൂ. എനിക്ക് കിട്ടിയ റബ്ബർ തോട്ടം മകളുടെ ഭർത്താവിനെ ഏൽപ്പിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. ഹൃദയമുള്ള ഒരു സ്ത്രീക്ക് മകനും മകളുടെ ഭർത്താവും ഒരുപോലെ ആയിരിക്കും. അമ്മയ്ക്ക് ഹൃദയം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് റബ്ബർ ഹൃദയോ. എനിക്ക് എഴുന്നേറ്റ് പോകാൻ സ്വാതന്ത്ര്യമില്ലല്ലോ. ഞാൻ നിന്റെ ഭർത്താവായി പോയില്ലേ.